കുറച്ച് നാളുകളായി തന്നെ ശശി തരൂരിനെ കേരളത്തിലെ കോൺഗ്രസുകാർ പൂർണ്ണമായി അവഗണിക്കുകയാണ്. അതിനിടയിലാണ് സണ്ണി ജോസഫ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ശശി തരൂരുമായി ചർച്ച നടത്താൻ തയ്യാറായത്. അങ്ങനെ ശശി തരൂർ തയ്യാറാകുമ്പോഴും ഭാവിയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പലരും ചൂണ്ടിക്കാട്ടുന്ന വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ലല്ലോ. അതെന്താണ്? തൻ്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ശശി തരൂർ ഒരു ഭീഷണിയായി മാറുമെന്നൊരു ഭയമാണോ വി.ഡി. സതീശനെ ഇത്ര കടുത്ത നിലപാടിലേക്ക് എത്തിച്ചത്? തണ്ട് എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ. എൻ്റെ അർത്ഥം എല്ലാവർക്കും ആ തണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വി.ഡി. സതീശൻ കാണിച്ചതിന് പറയേണ്ട പേരാണ്. ഡൽഹി വരെ പോയതാ ദീപാദാസ് മുൻഷി, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ്, സണ്ണി ജോസഫ്, ഇവരെല്ലാം കൂടി, മറ്റേത് കേന്ദ്ര നിരീക്ഷക, ഇവരെല്ലാം പോയിട്ട് ശശി തരൂരിനെ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ വസതിയിൽ പോയി കണ്ടു. പക്ഷേ തണ്ട് കാരണം വി.ഡി. സതീശന് അതിന് കഴിഞ്ഞില്ല. അദ്ദേഹം അതങ്ങനെ പ്ലാൻ ചെയ്തല്ലേ പോകേണ്ടിയിരുന്നത്. പല കാര്യങ്ങൾ പറയാം, എൻ്റെ വിമാനത്തിൻ്റെ സമയമായി പോയി, എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇതൊക്കെ പറയും. ഇതൊക്കെ ബാലിശമായ കാരണങ്ങളാണ്. വേറെ ഒരു കാര്യത്തിനും കാണണ്ട, പോട്ടെ, സാധാരണഗതിയിൽ പോയാൽ തിരിച്ചതുപോലെ വരാം. പുനഃസംഘടന നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പുനഃസംഘടന നടക്കുമ്പോൾ എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കേണ്ടതല്ലേ? അല്ല ട്രംപ് കാണിക്കുന്ന പോലെ ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങളും എടുത്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ അംഗീകരിച്ചാൽ മതി ഇതെന്നുള്ള മട്ടി പോയി കഴിഞ്ഞാൽ ആർക്കാ കുഴപ്പം വരാമെന്ന്. ശശി തരൂരിന് പ്രത്യേകിച്ച് ഒരു സ്റ്റേക്കുമില്ല. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ പോകുന്നില്ലെന്നുള്ള നല്ല ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അത് തീരുമാനിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയായിട്ട് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നത് ശശി തരൂരിന് തന്നെ ആയിരിക്കുമെന്ന് സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ സർവേ ശശി തരൂർ തന്നെ സ്പോൺസർ ചെയ്തതാണെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പക്ഷം. അതെന്തുമായിക്കോട്ടെ, വിദേശങ്ങളിലേക്ക് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ അയച്ച ഒരു സംഘത്തിൻ്റെ തലവനായിരുന്നല്ലേ അദ്ദേഹം. കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പേരങ്ങ് മറന്നുപോയെങ്കിലും സൗകര്യപൂർവ്വം ഒഴിവാക്കിയെങ്കിലും പട്ടികയിൽ ഇടം പിടിക്കുകയും ബഹുരാഷ്ട്രങ്ങളിൽ പോയിട്ട് ഇന്ത്യയുടെ നിലപാട് ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ട് നമ്മുടെ അഭിമാനം ഉയർത്തിയ ആളല്ലേ. കോൺഗ്രസ്സുകാരനെന്നോ BJP-കാരനെന്നോ അല്ലെങ്കിൽ NDA-കാരനെന്നോ ഇന്ത്യ മുന്നണിക്കാരനെന്നോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ റോൾ അദ്ദേഹം കൃത്യമായി നിർവഹിക്കുന്നത് സതീശൻ കണ്ടിട്ടില്ലേ? അതിൻ്റെ പേരിലെങ്കിലും ഒരു ഔപചാരികതയുടെ പേരിലെങ്കിലും ഒന്ന് കണ്ട് ഒന്ന് ചിരിച്ച് ഒന്നും മറങ്ങേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ലേ കോൺഗ്രസ്സുകാരനെ? ശത്രുവിനെ പോലെ ഇപ്പോൾ പിണറായി വിജയനാണെങ്കിൽ അദ്ദേഹം കാണണ്ട, ഒരു മര്യാദ കാണിക്കേണ്ടിയിരുന്നില്ലേ? ഒന്നുമല്ല, സണ്ണി ജോസഫിൻ്റെ കൂടെ പോയാലും മതിയായിരുന്നു, ദീപാദാസ് മുൻഷിയുടെ കൂടെ പോയാലും മതിയായിരുന്നു. അദ്ദേഹത്തിന് അവിടെ ഒരു വീടുള്ളതല്ലേ. അതല്ല, ഞാൻ ഇയാളെക്കാളിലും വലിയ ആളാണ് എന്നുള്ളൊരു വിചാരം, അതിനാണ് നമ്മൾ തണ്ട് എന്ന് പറയുന്നത്. എനിക്ക് ഇയാളെ കാണേണ്ട കാര്യം എന്താ? ഇയാളെക്കാളിലും സമർത്ഥമായിട്ട് വാദങ്ങളൊക്കെ നടത്താനും, അതായത് തോമസ് ഐസക്കിനെ തോൽപ്പിച്ച ആളാണ് ഞാൻ എന്നുള്ള വിചാരമാണ്. അങ്ങനെയല്ല ശശി തരൂർ. വാഷിങ്ടൺ എന്ന് പറയുന്ന അമേരിക്കയുടെ തലസ്ഥാനത്തും അതുപോലെ ന്യൂയോർക്കിലും പല ലത്തീൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെ പോയിട്ട് അവിടുത്തെ പത്രപ്രവർത്തകരുടെ ഒരുമാതിരി ഒളിയമ്പ് ചോദ്യങ്ങളെയെല്ലാം സമർത്ഥമായിട്ട് നേരിട്ട് അതിന് തക്ക ചുട്ട മറുപടി സത്യസന്ധമായിട്ട് കൊടുത്തിട്ട് വന്ന ഒരു നമ്മൾ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. വളരെ ശക്തമായി ഭാഷയുടെ ഒരു ഫ്ലോയ്, ഇത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ മറുപടി പറയുന്നതിൻ്റെ കൃത്യത, ഇതെല്ലാം തന്നെ വളരെ അദ്ദേഹത്തെ ആരാധ്യനാക്കി വിദേശ രാജ്യങ്ങളിൽ. രാഹുൽ ഗാന്ധിക്ക് ഇദ്ദേഹം ഇത്രയും ആരാധ്യത, അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ ബ്ലണ്ടറുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ടോ? വിവരക്കേടുകൾ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത് അത്രയും. പക്ഷേ ശശി തരൂർ അങ്ങനെയല്ല. ചിരസ്ഥായിയായിട്ടുള്ള സത്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതിൽ നിഴലിച്ചിരുന്നത്, മുഴുവൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ വലിയൊരു ഡിപ്ലോമാറ്റിക് തന്ത്രം യുദ്ധമായിരുന്നത്. വീണ്ടും ശശി തരൂരുമായി അടുക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ നോക്കുമ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മൗനം പാലിക്കുകയാണല്ലോ. അത് കേന്ദ്ര നേതൃത്വം പറഞ്ഞു കാണും, ശശി തരൂരിനെ എങ്ങനെയെങ്കിലും ഒന്ന് അടുപ്പിക്കണം, അല്ലെങ്കിൽ അപകടമാണെന്നുള്ളത് ബോധ്യമായി കാണും അവർക്ക് അതിനോടകം. കാരണം രാഹുൽ ഗാന്ധിയുടെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കൊണ്ട് എത്ര തവണയാണ് നാണം കെട്ട് അദ്ദേഹത്തിന് കോടതിയിൽ പോയി മാപ്പ് പറയേണ്ടി വരുന്നത്, ജാമ്യത്തിന് അപേക്ഷിക്കേണ്ടി വരുന്നത്. കോടതി തന്നെ പറഞ്ഞല്ലോ, ഒരു ഭാരതീയനും ഇങ്ങനെ പറയില്ലെന്ന്. എനിക്ക് തോന്നുന്നത് AICCക്ക് അതൊരു പാഠമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശശി തരൂരിനെ കൂടി കണ്ടു, ഈ പയ്യന് കുറച്ച് പറഞ്ഞ് വാക്ക് കൊടുക്കാൻ. പഞ്ചതന്ത്രം കഥ അങ്ങനെയല്ലേ ഉണ്ടായത് എന്ന് പറയുന്ന പോലെ പഞ്ചതന്ത്രത്തിലെ ആ ബുദ്ധിമാന്ദ്യം ബാധിച്ച കുട്ടിക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പഞ്ചതന്ത്ര കഥയിലൂടെ. അങ്ങനെ ഒരു കഥ വല്ലതും പറഞ്ഞു കൊടുത്ത് ശശി തരൂരിനോട് പറ, ഇദ്ദേഹത്തിൽ അല്പം വിവരം ജനിപ്പിക്കാൻ എന്നൊരു നിർദ്ദേശം AICCയിൽ നിന്ന് വന്നു കാണും. കാരണം സഹിക്കാൻ വയ്യ, ഒരു കോൺഗ്രസിന് നാണക്കേടാ, കേരളത്തിലും ബാധിക്കും.
എന്നൊരു ബോധ്യം അവർക്കുണ്ടായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ VD സതീശൻ്റെ ലക്ഷ്യം എന്താണ്? VD സതീശൻ അടുത്ത മുഖ്യമന്ത്രിയാകും, കുപ്പായി വിട്ട് നടക്കുകയാണ്. അപ്പോൾ അല്ല, അങ്ങനെ ആകുമ്പോൾ മുഖ്യമന്ത്രി സ്വപ്നമുണ്ടെങ്കിൽ ഈ ശശി തരൂരിനെ കൂടി പരിഗണിച്ചു പോകുന്നതല്ലേ നല്ലത്? അതാണ് ഞാൻ പറഞ്ഞത്. തന്ത്രവും ഇല്ല ഇദ്ദേഹത്തിന്, തണ്ടാണുള്ളത് അതിൻ്റെ സ്ഥാനത്ത്. എന്ത് ചെയ്യും? എനിക്ക് ഇയാളെ കാണേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയല്ലേ പറയുന്നത് കേട്ടിട്ടില്ലേ? എനിക്ക് അയാളെ കാണേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരൊറ്റ പോക്കാണ്, ഒരു മുങ്ങൽ. ഇവനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലോ. പുഷ്പവതി അവിടെ വെല്ലുവിളിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ. ലോക ചലച്ചിത്ര നഭസിൽ അതിൻ്റെ മഹാകാശത്തിലെ ശക്തിയും സൗന്ദര്യവുമായി ഇന്ത്യയുടെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗിക്കുന്നത് തടസ്സപ്പെടുത്താൻ ഒരു പുഷ്പവതി ഉണ്ടായില്ലേ? അതൊരുമാതിരി തണ്ട്, ഞാനും നിങ്ങളെക്കാൾ കുറവല്ല എന്നുള്ളൊരു അതെ, നല്ലത് തന്നെ. പക്ഷെ പ്രസംഗം കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ പോരായിരുന്നു. അവിടെ കൊണ്ടുവന്ന് ജാതിക്കാർഡ് കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായിട്ട് തൻ്റെ അനുഭവങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം ഒരു ജാതി മേൽക്കോയ്മയുടെ ആളാണെന്ന് CPM പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന് വരെ. അദ്ദേഹം അവരുടെ ഇടതുപക്ഷ സഹചാരിയായിട്ടും BJP എതിർക്കുന്ന ആളായിട്ടും അല്ലേ കൊണ്ടാടിയിരുന്നത്? വേടനെ പോലെ തന്നെയല്ലേ അവർ കൈകാര്യം ചെയ്തിരുന്നത്? എന്നിട്ട് എന്താ ഇപ്പോൾ ഇങ്ങനെ പറയാൻ? ജാതിക്കാർഡുകൾ അദ്ദേഹം പറഞ്ഞ സത്യം എന്ന് പറയുന്നത് പോലെ തന്നെ VD സതീശൻ്റെ വിചാരം അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്ന ഒറ്റ അപരാധം കൊണ്ട് തന്നെ എന്നും കോൺഗ്രസിൻ്റെ ശത്രുവാണ്. വിദേശ രാജ്യങ്ങളിൽ മോദിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് പോയതുകൊണ്ട് എന്നും ശത്രുവാണ് എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ദീപാദാസ് മുൻഷിയും സണ്ണി ജോസഫും പോയതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ മുഖ്യമന്ത്രി പരിഗണനയിൽ ഇദ്ദേഹം കൂടി വന്നെങ്കിലും എന്നുള്ള ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ശക്തൻ DCC പ്രസിഡൻ്റായതിനെ അദ്ദേഹം വളരെ അഭിനന്ദിച്ചു. കാരണം വളരെ ശക്തനായിട്ടുള്ളൊരു നേതാവാണ് ശക്തനെന്ന് അദ്ദേഹം പറഞ്ഞു. യാതൊരു മുൻവിധിയില്ലാതെ സ്പീക്കറായിരുന്ന ആളാണ് അദ്ദേഹം DCC പ്രസിഡൻ്റായിട്ട് വരാൻ സമ്മതം കാണിച്ചത്, നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെ സത്യസന്ധമായിട്ട് കാണുന്ന കോൺഗ്രസ്സുകാരനാണ് ശശി തരൂർ. പക്ഷേ ഇത് അദ്ദേഹത്തിനെ കൂടെ പോയി കണ്ടാൽ തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള പരിഭവവും ഉണ്ടാകും. ഈ എന്തിനാണ് K. സുധാകരനെ പെട്ടെന്ന് മാറ്റിയത്? നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാറ്റിയത്. ശ്രീജിത്തിന് മനസ്സിലായോ? ശ്രീജിത്ത് ഒരു മാധ്യമ പ്രവർത്തനമാണ് ദീർഘകാലമായിട്ട്. മറ്റൊന്നുമല്ല, ഇയാളുടെ കളിയാണ്, VD സതീശൻ്റെ കളിയാണ്. അല്ല, ഇപ്പോൾ പൂർണ്ണമായി തന്നെ VD സതീശൻ്റെ മുഖമായി. കാരണം സണ്ണി ജോസഫിനെ കുറിച്ച് അറിയാനില്ല. ഈ സുധാകരൻ ഉണ്ടായിരുന്ന കാലത്ത് വിവാദങ്ങളില്ലെങ്കിലും നിറഞ്ഞു നിൽക്കുമായിരുന്നു. തിരിച്ചറിയും. K. മുരളീധരൻ കറക്റ്റായിട്ട് പറഞ്ഞതിൽ ഫോട്ടോ ഉണ്ടെങ്കിലും തിരിച്ചറിയുന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. എന്നുമല്ല, മുഖ്യമന്ത്രിയുടെ നേരെ അദ്ദേഹം ചങ്കൂറ്റം, മോദി എങ്ങനെ ട്രംപിന് നേരെ ചങ്കൂറ്റം കാണിക്കുന്നു അതുപോലെ ചങ്കൂറ്റം കാണിച്ച കോൺഗ്രസ്സുകാർ വേറെ ആരുണ്ട്? സതീശനുണ്ടോ? VD സതീശന് കഴിയുമോ അതിന്? ഓച്ചാനിച്ച് നിൽക്കാനല്ലേ കഴിയും? അല്ല, പണ്ട് ഈ മൈക്കിന് വേണ്ടി അടികൂടുന്നു നാം കണ്ടിട്ടുണ്ട്. മൈക്കിന് വേണ്ടി അടികൂടുന്നു, അതുപോലെ ഒരു തമാശ. അടികൂടി ഇപ്പോൾ VD സതീശൻ വിജയിച്ചല്ലേ? അതെ, തള്ളിക്കേറി മൈക്ക് വെച്ച ആളെ ഇറക്കി വിടും. വേറൊരു അടി നടന്നവിടെ ഛത്തീസ്ഗഡിൽ വെച്ചിട്ട് സിസ്റ്റർമാരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു അടി നടന്നവിടെ ബ്രിട്ടാസും സംഘവും കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, K. സുധാകരനെ മാറ്റാനുള്ള പ്രധാന കാരണം ഇയാളുടെ ഈഗോയാണ്. ഒരു മീറ്റിംഗിൽ ഇരുന്നപ്പോൾ സതീശൻ സമയത്തിന് വന്നില്ല. അപ്പോൾ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അധികാരം കാണിച്ചു. ഇയാൾ ഇവിടെ പോയിരിക്കുന്നു എന്നും പറഞ്ഞ് ഒരു തെറിയും പറഞ്ഞു. നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു തെറിയും പറഞ്ഞു. വേടം പറഞ്ഞ തെറി കൂടുതലൊന്നും അയാൾ പറഞ്ഞില്ലല്ലോ. വേടം പറഞ്ഞ തെറി കൂടുതലൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അത് ഞാനിവിടെ പറയുന്നില്ല. വേടനപ്പോൾ തെറി പറയാം, അദ്ദേഹത്തിന് തെറി പറയാൻ വയ്യ. വേടനെ ആരാധിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ കോൺഗ്രസ്സുകാർ. അദ്ദേഹത്തിനെ സ്റ്റേജുകൾ കയറ്റിക്കൊണ്ട് നടക്കുകയാണല്ലോ കോൺഗ്രസ്സുകാർ കൈ ഓടിച്ചുകൊണ്ട്. അപ്പോൾ വേടനെ തെറി പറയാം, K. സുധാകരന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി ഒരു കൊട്ടു കൊടുത്തത്. ഇയാൾ ഈഴവ വിരുദ്ധനാണ്. സത്യം പറഞ്ഞാൽ VD സതീശൻ നായരാണെന്ന് ഞാൻ ഈ ഒരാളിൻ്റെ ജാതി ചിന്തിച്ച് പോകാറില്ല. VD സതീശൻ ഒരു നായരാണെന്ന് അറിയുന്നത് ഞാൻ അപ്പോഴാണ് വാസ്തവത്തിൽ. വെള്ളാപ്പള്ളി വേണ്ടി വന്നപ്പോൾ വെള്ളാപ്പള്ളി എൻ്റെ ഗുരുവാണ്, ആ വിദ്യാഭ്യാസം നൽകിയ അദ്ദേഹമാണ്. സത്യം പറയുക, ഞാൻ ഒരാളിൻ്റെ ജാതി അന്വേഷിച്ച് പോകാറില്ല. രാഷ്ട്രീയത്തിൽ കൂടി മാത്രമേ സംസാരിക്കാറുള്ളൂ. അതെൻ്റെ ഒരു ബലഹീനതയായിരിക്കാം. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.